നമസ്കാരം, പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്നുള്ളത് ഒരു അവിയൽ വ്ളോഗാണ്. ഇത് ഞാൻ എൻ്റെ അമ്മയുടെ നാട്ടിൽ, എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോൾ എടുത്തുള്ള വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാങ്കുറിശ്ശി. ഇത് ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് കുളിച്ചിട്ടുള്ള ഒരു കുളം കൂടിയാണ്. പേര് കോരാത്ത് കുളം എന്നുള്ളതാണ്. ഇവിടെ സ്ഥിരം ഞാൻ വെക്കേഷൻ അയക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം ഈ അമ്മയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും വെക്കേഷൻ ആകുമ്പോൾ. മുമ്പ് ഈ കാണുന്നതല്ല കേട്ടോ പടവ്, ഇതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ്. പണ്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് നേരെ പോകുന്നില്ല, ഇവിടെ നിന്നാണ് താഴത്തോട്ട് ഇറങ്ങിപ്പോവുക. ഇവിടെയൊക്കെ ഫുൾ പാറകളായിരുന്നു പണ്ട്. ഇപ്പോൾ ഈ ഒരു പാറ പോലും കാണുന്നില്ല, എല്ലാം മണ്ണാക്കി. പാറകളെല്ലാം എടുത്തു എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെയൊക്കെ നിറയെ പാറകളായിരുന്നു പണ്ട് ചുറ്റും. ഇപ്പോൾ അതൊന്നും കാണാനില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കുളത്തിൽ ആരും കുളിക്കാറില്ലെന്നാണ് തോന്നുന്നത്. 2 മാസം സ്കൂൾ വിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരത്ത് ഈ 2 നേരം കുളി ഈ കുളത്തിലായിരിക്കും ഉണ്ടാവുക. ഇത് വിട്ട് തന്നെ പിന്നുള്ളത് മാങ്കുറിശ്ശി അമ്പലക്കുളം, പിന്നെ അതുപോലെ തന്നെ അടുത്ത് തന്നെ വേറെ ഇത്. ഇവൻ UK വന്നിട്ടുണ്ടത്, മാമൻ്റെ മോനാണ്, ചെറിയ മോനാണ്. അപ്പോൾ ഇവൻ UK വന്നുകൊണ്ട് അമ്മായി എന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോയതാണ്. അങ്ങനെ പോയപ്പോൾ എടുത്തണം വീട്. ഞാനിവിടെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ ഒരു 4 വർഷത്തിൻ്റെ അടുത്ത് ഗ്യാപ്പായിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു 7 വർഷം വരെ എനിക്ക് ഗ്യാപ്പായിട്ട് അമ്മായി വിളിച്ച് ചീത്ത പറഞ്ഞിട്ട് ഞാൻ പോകേണ്ടത് ഇതിന് മുമ്പ്. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ പോകുന്നത്. ഇത് എൻ്റെ അമ്മയുടെ വീടാണ്, തറവാടാണ് കാണുന്നത്. ഇവിടെയാണ് 2 മാസം വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇവിടെ തന്നെ ആയിരിക്കും വെക്കേഷന്. ഇവിടെ അമ്മാവൻ്റെ മക്കളും ഒക്കെ ഉണ്ട്, കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ സമയം നന്നായിട്ട് പോവും. രാവിലെയൊക്കെ ആകുമ്പോൾ നിത്യേനയുള്ള കുളത്തിൽ പോലുള്ള കുളിയും, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും കുട്ടികൾ പോകും ഒരുമിച്ചിട്ട്. അമ്മാവന് ചെറിയ മാമന് 2 പെൺകുട്ടി 3 കുട്ടികളാണുള്ളത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും, അതുപോലെ തന്നെ ഇടയിലുള്ള അവർക്കും അതുപോലെ തന്നെ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. ഞങ്ങൾ ഈ 6 പേരാണ് സ്ഥിരമായിട്ട് ഉണ്ടാവുക ഞാൻ കുട്ടിക്കാലത്ത് പോണ സമയത്ത്. പിന്നെ മൂത്ത മാമൻ്റെ അവർ വന്നിട്ട് അവർ ബീഹാറിലൊക്കെ ആയിരുന്നു. ആ സമയത്ത് അവരൊക്കെ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ് മാമൻ്റെ മക്കൾ. അപ്പോൾ അവർ വെക്കേഷൻ സമയത്ത് വരാറുള്ളൂ. അതുപോലെ ഞങ്ങൾക്ക് വെക്കേഷൻ സമയത്ത് ഒരുപക്ഷെ അവരുണ്ടാവണമെന്നില്ല. ഈ പറഞ്ഞ 6 പേര് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പം ഇവരായിട്ടാണ് സ്ഥിരമായിട്ട് കുളിക്കാറുള്ളത് അമ്പലക്കുളത്തെ പറ്റി. അങ്ങനെ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പല്ലശ്ശേന കവലത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പല്ലശ്ശേന കവല എനിക്ക് പോയിട്ട് ഓർമ്മയില്ല പറഞ്ഞവരാണെങ്കിൽ. പാലക്കാടാണെങ്കിൽ കൂടിയിട്ട് ഞാൻ പോയതായിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല. ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു യാത്രയാണ് പല്ലശ്ശേന കവയ്ക്ക് പോയത്. അതായത് നമ്മുടെ കർക്കിടക സംക്രാന്തി, കർക്കിടക മാസം ആരംഭിക്കുന്നതിന് തലേ ദിവസമാണ് ഇവിടെ പോയപ്പോൾ ഉള്ള ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കർക്കിടക സംക്രാന്തിക്ക് വന്നിട്ട് നമ്മൾ മൈലാഞ്ചിടുന്ന പരിപാടിയുണ്ട്. ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചേട്ടകളെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മൈലാഞ്ചി കിട്ടാത്തതുകൊണ്ടാണ് ഈ വരുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ അങ്ങനെ കയറി പറിച്ചതാണ്. വൈഫ് പറിക്കുന്ന കണ്ടില്ലേ. പിന്നെ പരിപാടിക്ക് നല്ല ഉക്കരനായിട്ട് ഒരു ചായ കുടിച്ചു. ആ റോഡ് സൈഡ് ഒരു ഓലപ്പുരയുള്ള ഓലപ്പുര വീടല്ല, ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ചേട്ടകളെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരെ പഴയ ഒരു ആചാരമാണത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള ആചാരമാണ്. അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നതാണ് സംഭവം ചെയ്യുന്നത്. കാരണം എനിക്ക് ആചാരങ്ങൾ പൊതുവെ അനുഷ്ഠിക്കുന്നത് വലിയ താല്പര്യമുള്ള സംഭവമാണ്. അപ്പോൾ തന്നെ ഭാര്യക്കും കുട്ടികൾക്കും അവർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് മാത്രം. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോകുന്നതാണ്. ഇന്ന് എവിടെയും ചെയ്യാറില്ല ഇതൊന്നും. ഇപ്പം ഞാൻ ഇപ്പോൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫാമിലി ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നപ്പോൾ ഞാൻ മാത്രമേ ചെയ്യാറുള്ളൂ. ചേച്ചിയും എൻ്റെ വേറെ എവിടെയും ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടില്ല. അവരൊന്നും ചെയ്യാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അന്യം നിന്ന് പോകേണ്ടതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതാണ്. കാരണം വരും തലമുറക്ക് അറിയണ്ടേ ഇങ്ങനെയൊക്കെ ആചാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പണ്ട് കൊയ്ത്തൊക്കെ ഉള്ള സമയത്ത് നന്നായിട്ട് ഈ ഇല്ലെന്നറിയും മഹാസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഗുരുവായൂർ പോവുകയാണ്. ഗുരുവായൂർ ഉച്ചയ്ക്ക് 12:30 പ്രിയദർശിനി ബസ് ആദ്യമായിട്ട് പോവുകയാണ്. എനിക്ക് മാത്രം ചാർജ് ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് സൗജന്യമാക്കിയ ശേഷം ആദ്യമായിട്ടുള്ള പ്രിയദർശിനി യാത്രയാണത്, സൗജന്യ യാത്ര. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഗുരുവായൂരൊക്കെ എത്താറാവുന്ന സമയത്ത് ഒരു മനുഷ്യരില്ലായിരുന്നു വണ്ടിയിൽ. ആകെ 4 പേര് മറ്റുണ്ടായിരുന്നു. അങ്ങനെ KSRTCയിൽ പോയിക്കൊണ്ടിരിക്കണം ഗുരുവായൂർക്ക്. ഗുരുവായൂരും പോയിട്ട് എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു 6-7 വർഷമല്ല, ഒരു 10 വർഷത്തിൻ്റെ അടുത്തായിരുന്നു. 2016 പോയ ശേഷം പിന്നീട് ഞാൻ പോയത് എനിക്ക് വലിയ ഓർമ്മ കിട്ടുന്നില്ല പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ 10 വർഷത്തിന് വീണ്ടും നല്ല ഗ്യാപ്പായിരുന്നു ഗുരുവായൂർ പോയിട്ടും ഇതുപോലെ തന്നെ. അപ്പം അങ്ങനെ പോവാണ് ഗുരുവായൂർ. ഞാനും
ഇവൾക്ക് പോകണം പറഞ്ഞുകൊണ്ടാണ്, ഭാര്യയ്ക്ക് പോകണം പറഞ്ഞുകൊണ്ട് പോകാനാണ്. അവൾ തന്നെയാണ് തീരുമാനിച്ചത് പല്ലശ്ശേരി പോകാമെന്നോ. പല്ലശ്ശേരി പോയതും അവൾ പറഞ്ഞിട്ട് തന്നെ പോയത്. ഗുരുവായൂർക്ക് ആൾ പോകണം പറഞ്ഞു. ഞാൻ മൂകാംബിക പോയപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയെന്നുള്ള പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയത്. പിന്നെ ഞങ്ങൾ അതിനുശേഷം ഗുരുവായൂരത്തിന് ശേഷം പോയത് ഈ കാണുന്നത് വന്നിട്ട് ഈ കല്ലൂത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം. സൂപ്പർ ക്ഷേത്രം ഉണ്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂരിന്ന് ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ട്. 800 രൂപ കൊടുത്തു. മൊത്തം ഒരു 7ഓളം ക്ഷേത്രങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. കല്ലൂത്തിപ്പാറ ഇത് തന്നെ ഒരു 15 കിലോമീറ്ററോളം മറ്റുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന്. ഇത് നല്ല അമ്പലമുണ്ടുള്ളൂ. പറഞ്ഞു വരികയാണെന്ന് വെച്ചാൽ നല്ലൊരു ഇതുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുള്ള സ്ഥലമാണെന്നാണ് ഇതിന് പറയുന്നത്. അതേ കാണുന്നില്ലേ, ഇതാണ് ഗുരുവായൂരപ്പൻ്റെ കാൽപാദം എന്നാണ് പറയുന്നത്, വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെയാണ്. നല്ല അമ്പലം, നല്ല ഒരു അന്തരീക്ഷമാണ് പോയപ്പോൾ, നല്ലൊരു വൈബ് കിട്ടി നമുക്ക് അവിടെ പോയപ്പോൾ, അമ്പലത്തിൽ പോയപ്പോൾ. ഞാൻ ആലോചിക്കുകയാണ് ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഈ പ്രാവശ്യം കന്യാകുമാരി പോയി വന്ന ശേഷം എനിക്ക് എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു ഈ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ക്ഷേത്രങ്ങൾ വല്ലാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ 7 ക്ഷേത്രങ്ങൾ പോയി എന്ന് പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞ സംഭവം എൻ്റെ അടുത്ത്, നിങ്ങൾക്ക് എന്താ അത്രയ്ക്ക് ആർത്തി ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അമ്പലത്തിലോട്ട് ഭയങ്കര. ഞാൻ അമ്പലത്തിൽ അങ്ങനെ പോവാത്ത ടൈപ്പാണ് പൊതുവേ പറഞ്ഞു വരികയാണെങ്കിൽ. നമ്മൾ സാധനം ഇങ്ങനെ പോകുന്നത് കൊണ്ട് അമ്പലങ്ങളിൽ അങ്ങനെ ഒരു കാണിക്കാറില്ല. ആകെ പോകുന്ന വർഷം പോകുന്ന മൂകാംബിക മാത്രമേ പോകാറുള്ളൂ. ബാക്കിയുള്ളതിനോടൊന്നും വലിയ താല്പര്യം അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ എനിക്കറിയില്ല, ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത് പല അമ്പലങ്ങൾ തന്നെ. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നാണ് ഈ പറഞ്ഞ ഈ അമ്പലങ്ങളൊക്കെ. നമുക്ക് അറിയുപോലെ ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടാണ് കേട്ടോ ഈ അമ്പലമൊക്കെ. അപ്പം അങ്ങനെ വരുന്ന ബലമായിട്ട് നമ്മളെ എന്താ പറയുക പിടിച്ചു കൊണ്ടുപോകണ പോലെ എനിക്ക് തോന്നുന്നത് പല അമ്പലങ്ങളിലേക്കും. മല്ലശനൊക്കെ വിളിക്കുക അതുപോലെ തന്നെ ആയിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അരിയന്നൂർ ഹരികന്യക ക്ഷേത്രം, അതായത് നമ്മുടെ കേരളത്തിൽ മോഹിനി രൂപത്തിലുള്ള ആ ഏക ക്ഷേത്രം എന്നാണ് ഇതിന് പറയുന്നത്. മോഹിനി രൂപത്തിലുള്ള ഏക ക്ഷേത്രം കേരളത്തിൽ എന്നാണ് ഈ ക്ഷേത്രം അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, പണി കഴിപ്പിച്ചതായിക്കോട്ടെ സാക്ഷാൽ പെരുന്തച്ഛനും. അദ്ദേഹത്തിൻ്റെ 2 ഉളിയുടെ ഇത് ഇപ്പോഴും ആ വായ്ത്തല ഉണ്ടല്ലോ, അതിപ്പോഴും ആ അമ്പലത്തിലുണ്ട്. അത് ഞങ്ങളവിടെ പോയപ്പോൾ അവിടുത്തെ മേൽശാന്തിയാണ് വിളിച്ചുകൊണ്ട് ഒരു കാണിച്ചു തന്നെ എനിക്ക്. ഇവിടെ ഉള്ളി അടിച്ചിറക്കിയ സംഭവം അതിപ്പോഴും ഉണ്ട് അവിടെ. ആ ഇതുണ്ടല്ലോ നമ്മുടെ ഉള്ളിയുടെ വായ ഉണ്ടല്ലോ, അത് വായ്ത്തല എന്നുള്ള സംഭവം, അത് ആ 2 പോർഷൻസ് അവിടെ 2 ഭാഗത്തായിട്ടുണ്ട്. അതായത് ശ്രീകോളി ഇരുന്നത്ര, അതായത് ഒരു സൈഡിലോട്ട് ഇരുന്നപ്പോൾ അത് നേരാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉള്ളി അടിച്ച് കയറ്റിയത്. ഞാൻ പണ്ട് ഇതുപോലെ വരാഹമൂർത്തി ക്ഷേത്രം പന്നിയൂർ അവിടെയാണ് ഇതുപോലെ കേട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ കേട്ടു. അത് പക്ഷേ മേൽക്കൂരയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ഇത് നല്ല അമ്പലമാണ് കേട്ടുള്ളൂ. വളരെ പഴക്കമുള്ള അമ്പലമാണ്. മാത്രമല്ല പെരുന്തച്ചൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ഏകദേശം പഴക്കമുള്ളതാണോ അല്ലേ എന്നുള്ളത് വരും. അപ്പോൾ നല്ല അന്തരീക്ഷം. നിങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഗുരുവായൂർ പോകുന്ന സമയത്ത് ഇവിടേക്ക് എന്തിനു പോകും. പിന്നെ അതിനുശേഷം പോയത് ചൊവ്വല്ലൂർ ശിവക്ഷേത്രം, മഹാദേവ ക്ഷേത്രം. അതും നല്ല സൂപ്പർ ക്ഷേത്രം പറഞ്ഞു വരികയാണെങ്കിൽ. നല്ലൊരു നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫീലിംഗ് കിട്ടുന്ന ക്ഷേത്രമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 3 ക്ഷേത്രങ്ങളും എനിക്ക് നല്ലൊരു മനസമാധാനം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, മനസ്സിന് നല്ലൊരു കുളിർമ, ഒരു ആശ്വാസം കിട്ടിയിട്ടുള്ള ക്ഷേത്രം ഈ പറഞ്ഞ 3 ഇനി ഇവിടെ ഇത് നല്ല വലിയ ക്ഷേത്രമാണ്. ഈ പറഞ്ഞ ഇപ്പോൾ ഈ ഹരികന്യക ക്ഷേത്രമാണ്, ചൊവ്വന്നൂർ ഹരികന്യക ക്ഷേത്രം. അത് വളരെ വലിയൊരു അമ്പലം. അതുപോലെ തന്നെ അരിയന്നൂർ ഹരികന്യക ക്ഷേത്രം, അതുപോലെ തന്നെ ഈ ചൊവ്വല്ലൂർ മഹാദേവ ക്ഷേത്രം, അതും നല്ലൊരു ഇതാണ്. പിന്നെ ഇത് വന്നിട്ട് തിരുവെങ്കടാചലപതി ക്ഷേത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെങ്കടാചലപതി ക്ഷേത്രം തന്നെയാണ്. അതെ, ഞാനിത് ഒന്നാമത് കഴിഞ്ഞ മാസം പോയതാണ്. ഞാൻ ആ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയത്, അതായത് ഡബ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനേ സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ വിട്ടുപോയതാണ്. പിന്നെ ഇത് പോയത് പാർത്ഥസാരഥി ക്ഷേത്രം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ രഥത്തിൻ്റെ മോഡലാണ് അവിടുത്തെ ശ്രീകോവിൽ എന്നുള്ളത്. കുതിരയൊക്കെ വെച്ചിട്ടുള്ള സംഭവം ഇതായി കാണുന്നത് പാർത്ഥസാരഥി ക്ഷേത്രം. അവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ രഥത്തിൻ്റെ ആകൃതിയിലാണ് ശ്രീകോവിൽ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം, നല്ല ഒരു ഇതായിരുന്നു. അതിനുശേഷം പോയത് വന്നിട്ട് ഈ എന്താ പറയുക, നമ്മുടെ ചാമുണ്ടേശ്വരി ക്ഷേത്രം പറയും. ഇത് തിരുപ്പതിയാണ് കേട്ടോ. ഇത് തിരുപ്പതി ക്ഷേത്രമാണെന്ന് എൻ്റെ ഒരു ഇത് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതെ, തിരുവെങ്കടാചലപതി ക്ഷേത്രം തന്നെയാണെന്ന് തോന്നുന്നത്. അതിനടുത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രം, ദേവീ ക്ഷേത്രമായിരുന്നു. അത് നല്ലൊരു ക്ഷേത്രം തന്നെയായിരുന്നു. അതിനുശേഷം പിന്നെ പോയത് നമ്മുടെ
മമ്മിയൂർ ക്ഷേത്രത്തിലോട്ടും പോയി. അതിന് ശേഷം പിന്നെ മൊത്തം 7 ക്ഷേത്രത്തിൽ പോയിട്ട് രാത്രി ദൃശ്യം നോക്കാനായിട്ട് നമ്മുടെ ഗുരുവായൂർ പോയതാണ്. ഞാൻ താമസിച്ചത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പടിഞ്ഞാറ് നടയിൽ അവിടെ ഒരു ടൂറിസ്റ്റ് ഹോമിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രി സമയത്ത് നല്ലൊരു ഇതായിരുന്നു കാണാനൊക്കെ ആയിട്ട്. കാരണം കണ്ടിരുന്നു എല്ലാവരുടെയും വിളിച്ചും മറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു രാത്രി പോയി കാണാനൊക്കെ ആയിട്ട്. ഈ സമയത്ത് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ രാവിലത്തെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ളതെന്നുള്ളതാണ് എന്നെ ഏറ്റവും വലിയ എന്താ പറയുക അമ്പരിപ്പിച്ചത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ പോണ സമയത്ത് നമ്മൾ ആ ലൈൻ ഉണ്ടല്ലോ, അതായത് മറ്റേ മെയിനായിട്ടുള്ള ഇതല്ലേ ഈ ഗോപുരത്തിൻ്റെ റൈറ്റ് സൈഡ്, അവിടെ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു ആൾക്കാർ ഈ പറഞ്ഞ സമയത്ത് ഇട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ആ പോയ സമയത്ത് കുറച്ച് സീസണാണ്. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ പുലർച്ചെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് അമ്മ പോയ സമയത്ത് 12:30 അവർ ക്യൂ നിന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കുളിച്ചിട്ട് നേരെ പോയി ക്യൂ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു 3 മണിക്ക് കയറി. 3 മണിക്ക് കയറുന്ന സമയത്ത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തെക്കേ നടൻ്റെ ആ ഭാഗത്തായിരുന്നു ഞങ്ങൾ പോയി ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ സ്പീഡിൽ മാറിയിട്ട് നമ്മുടെ ഈ കമ്പീൻ്റെ അവിടേക്ക് എത്തി ഏറെക്കുറെ. അത് പിന്നെ എന്താ 5 മണിക്കൂറായി. ഞാൻ മൂകാംബിയിൽ ക്യൂ കണ്ടിട്ട് തിരക്ക് കണ്ടിട്ട് എനിക്ക് മതിയായിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ വന്നപ്പോൾ പന്തംകുളത്തി പെടാവുന്ന ഒരു അവസ്ഥയായി പക്ഷെ അവിടെ എനിക്ക് രാവിലെ പോയി തൊഴാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു മൂകാംബിയിൽ. പക്ഷേ എനിക്കിവിടെ ലൈനിൽ നിന്നപ്പോൾ എനിക്ക് വലിയ ഒരു മുഷിച്ചിൽ അങ്ങനെയൊന്നും തോന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് ചെയർ, അതായത് ഈ എന്താ പറയുക കമ്പിയിൽ തന്നെ ചെയറിൻ്റെ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല പാട്ടുകൾ, ഞാൻ വീട്ടിൽ വയ്ക്കുന്ന പാട്ടുകളൊക്കെ അവിടെ നന്നായിട്ട് കേട്ടു. ഞാൻ എന്നിട്ട് ഭാര്യ അടുത്ത് പറയണ്ടായി, അതായത് നോക്ക് ഞാൻ വീട്ടിൽ വയ്ക്കുന്ന പാട്ടാണ് ഇവിടെ വെക്കുന്നത് പറഞ്ഞപ്പോൾ ഫസ്റ്റ് അംഗീകരിക്കില്ലായിരുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും. പിന്നീട് ശരിയാണ് എന്നിട്ട് വീട്ടിൽ പോയി പറയണ്ടെന്നു, ഇവിടെ വെക്കുന്ന പാട്ടുകൾ തന്നെയാണ് അവിടെ വെച്ചേക്കുന്നത് എന്നുള്ളത്. അങ്ങനെ 5 മണിക്കൂർ നിന്നിട്ടാണ് രാവിലെ 8 മണിക്കാണ് 8:15 ഉള്ളിലാണ് ഞങ്ങളവിടെ പുറത്തോട്ട് ഇറങ്ങിയത് അമ്പലത്തിൽ നിന്ന്. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല തിരക്കാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ 5 മണിക്കൂർ സമയം എങ്ങനെ പോയിരുന്നു യാതൊരു ഇതുമില്ല. നല്ല സൂപ്പറായിരുന്നു. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് എനിക്ക് ഒരു മുഷിച്ചിൽ തോന്നിയില്ല എന്നുള്ളതാണ്. സാധാരണ വൈകുന്നേരം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര നേരമായി എന്നുള്ള തോന്നൽ, അങ്ങനെ തോന്നൽ എനിക്ക് ഉണ്ടായില്ല എന്നുള്ള എനിക്ക് ഏറ്റവും വലിയൊരു അവരുടെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ കുളത്തിൻ്റെ ഇടയ്ക്ക് കുളമാണ്, ഗുരുവായൂരിൻ്റെ അമ്പലത്തിലെ കുളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ കുട്ടിക്കാലത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുളിപ്പിച്ചിട്ടാണ് അമ്പലത്തിൽ കൊണ്ടുപോവുക. വരുന്ന സമയത്ത് അവിടെ തോർത്ത് മക്ക എടുത്തിട്ട് വരും. വന്നിട്ട് ഇവിടെ കുളിപ്പിക്കും, സ്റ്റെപ്പിലേക്ക് ഇരുത്തിയിട്ട് കുളിപ്പിക്കും. എന്നെയൊക്കെ കുളിപ്പിക്കാറുണ്ട്. കുളിപ്പിച്ചിട്ട് രാവിലെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ കുളിച്ചോടാ കൊണ്ട് എന്നെ കുളിക്കും, സ്റ്റെപ്പ് ചെയ്തിട്ട് കുളിക്കുക. കുളത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും അത് കുളത്തിൻ്റെ എത്ര ആഴമുണ്ടെന്നുള്ള വലിയ യാതൊരു പിടിയില്ല എന്തായാലും. പക്ഷെ അന്നും ഇതുപോലെ തന്നെ നിറയെ മീനുകളുണ്ടായിരുന്നു അമ്പലത്തിൽ, ഈ ക്ഷേത്രകുളത്തിൽ. അതുപോലെ തന്നെ ഇപ്പോൾ പോയപ്പോഴും നിറയെ, അത് മീനിനൊന്നും ഒരു കുറവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ പോയിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നല്ല മഴ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടാണ്, ആ തെക്കേ നടയിലൊക്കെ മീന് പോകണം, ആ തെക്കേ നടയിലടക്കം അത്രയും വെള്ളം കയറിയിട്ട് മമ്മിയൂരൊക്കെ ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ എന്നുള്ളതാണ്. ഞങ്ങൾ പോകുന്ന സമയത്ത് എന്തോ മഴ അത്രത്തോളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലൊരു ഇതായിരുന്നു. ഗുരുവായൂർ എന്തായാലും ദർശനം നന്നായിട്ട് പറ്റി. പക്ഷേ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 5 മണിക്കൂർ നിന്നിട്ട് അവിടെ പോകുന്ന സമയത്ത് എന്നെ വലിയ തട്ടി മാറ്റിയൊന്നുമില്ല. പക്ഷേ ഈ മറ്റുള്ളവരെയൊക്കെ വെറും 5 സെക്കൻഡ് 1 സെക്കൻഡ് 2 സെക്കൻഡ് കാണാൻ പറ്റും. ഈ പാവങ്ങൾ ഇത്രയും മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് വന്ന് അതിനോട് മാത്രം എനിക്ക് വിയോജിപ്പുള്ളൂ അവിടെ. കാരണം ഇത്രയും പേരുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ പൈസ കൊടുത്ത് പോകുന്നവരെ നിങ്ങൾ അവിടെ നിർത്തുന്നു, ഒരു 5 മിനിറ്റ് നിർത്താൻ പറ്റുന്നു. പക്ഷേ സാധാരണ ആൾക്കാർ എന്തുകൊണ്ട് വിടുന്നില്ല, അതായത് അതുപോലെ നിർത്താൻ പറ്റുന്നില്ല. അതൊരു തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 10 സെക്കൻഡ് നിർത്താൻ പറ്റിക്കൂടെ സാധാരണ പാവങ്ങൾ? കാരണം അത്രയും കഷ്ടപ്പെട്ട് വരുന്നതല്ലേ. അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു ശരിക്കും പറഞ്ഞ ദേവസ്വം. ഇത് പൈസ ഉള്ളവരെ മാത്രം നന്നായിട്ട് തൊഴാൻ വേണ്ടി വിടുക, മറ്റുള്ളവരെ അനുഭവിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ അതൊരു വിയോജിപ്പാണ് എനിക്ക് പറയാനുള്ളതിൽ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഈ എന്താ പറയുക ഈ വീഡിയോൻ്റെ ചില മൊമെൻറ്റ്സാണ്. പോകുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇത് പല്ലശ്ശേനക്കാവിൽ അവിടെ പിന്നെ സമയത്ത് ചായക്കടയിലുള്ള സംഭവങ്ങൾ, പിന്നെ
ചേട്ടകളെ, പിന്നെ ബസ്സിൽ പോകുന്ന സമയത്തുള്ള യാത്രകൾ, അങ്ങനെയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. എന്തായാലും നല്ലൊരു ഇതായിരുന്നുള്ളൂ. ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചു. കാരണം ഗുരുവായൂർ എനിക്ക് ഇത്രത്തോളം ക്ഷേത്രങ്ങൾ പോകാൻ പറ്റും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ തോന്നി പല അമ്പലങ്ങൾ തന്നെ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയും അമ്പലങ്ങൾ പോകാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഇത്. എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് ഞാൻ ഒറ്റ ടേക്കിലാണല്ലോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയുമായി നിങ്ങളുടെ സ്വന്തം അന്തരീക്ഷ വിശ്വനാഥൻ, ഒരു സാധാരണ പാലക്കാടുകാരൻ.